നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 350 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി നല്ല നൈസായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്. ഒരു 15 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്. അതും നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, കുറച്ച് പുളി, നമുക്ക് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പുളി കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പുളി കുതിരുന്ന സമയത്ത് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനോട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചി നമ്മൾ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണിത്. അപ്പോൾ ഈ വറുത്തെടുക്കുന്ന സമയത്ത് ഇഞ്ചി വളരെ തിന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ അത് മൂപ്പിച്ചെടുക്കാൻ പറ്റും. അതും ഒരേപോലെ എല്ലാ പീസസും ഈവനായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വറുക്കാൻ പറ്റും. പലതും പല രൂപത്തിലായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലത് കരിഞ്ഞു പോകും, ചിലത് വേഗത്തില്ല, അല്ലെങ്കിൽ മൂക്കത്തില്ല, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരും. അപ്പോൾ അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കൊരു വാടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം എടുത്ത് നമുക്കൊന്ന് ബ്രൗൺ ഷെയ്ഡാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ടും ഇഞ്ചി മൂപ്പിക്കരുത്, വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് വെളിച്ചെണ്ണയിലും കൂടെ ആയതുകൊണ്ട് നല്ലൊരു മണമാണ്. നമ്മൾ അടുക്കളയിലും നമ്മളെ വീട് മൊത്തത്തിൽ തന്നെ ആ ഇഞ്ചിയുടെ ഒരു മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ആ ഇഞ്ചി ഇങ്ങനെ മൂത്തു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഞ്ചി ആ ഓയിൽ കിടന്നിങ്ങനെ നല്ല പൊടിപൊടാന്നിങ്ങനെ പൊട്ടി തെറിക്കുന്ന ഒരു സൗണ്ട് കേൾക്കും. അന്നേരം നമുക്ക് ആ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബാക്കി ഓയിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇഞ്ചി വറുത്തേണ്ട ബാക്കി ഓയിൽ അതിൽ ബാക്കി കാണും പാത്രത്തിൽ. അതിനെ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇഞ്ചി വറുത്തത് മാത്രം കോരിയെടുക്കാം. നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് ഇതിനെ കോരിയെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മളതിനെ ആ ഓയിലിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ആ ഓയിൽ നമുക്ക് ഇവിടെ വരണം. ഇപ്പോൾ തണുക്കാനായിട്ട് നമുക്കിതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കതിനെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ തണുക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മിക്സിയുടെ ജാറിലോട്ട് തട്ടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈർപ്പമൊന്നും ഇല്ലാത്ത ജാറ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അത്രയും ഇഞ്ചി എടുത്തത് കംപ്ലീറ്റും പൊടിച്ചപ്പോൾ ഈ തരത്തിലാണ് കിട്ടിയത്. നല്ലൊരു നാരുള്ള ഇഞ്ചി ആയത് കാരണമാണ് ആ തരത്തിൽ കാണുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഇഞ്ചി വറുത്ത ആ ഓയിൽ തന്നെയാണ് നമ്മൾ അടുത്ത് ഉള്ളി മൂപ്പിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതേ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എസൻസ് എല്ലാം അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതേ ഓയിൽ തന്നെ ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഓയിൽ കളഞ്ഞിട്ട് പുതിയ ഓയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ആ ഇഞ്ചിയുടെ സത്തെല്ലാം അതിനകത്തുള്ളത് കാരണമാണ് അതേ ഓയിൽ തന്നെ ഞാൻ യൂസ് ചെയ്തത്. ഇനി ഞാനിവിടെ ചെറിയ ഉള്ളിയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, അത് സവാള യൂസ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റി. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഈ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേഗം തന്നെ അത് മൂപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, വേഗം തന്നെ മൂപ്പിച്ചെടുക്കുക. ഈ ഉള്ളി മൂത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഉള്ളി സിമ്മിലിട്ട ശേഷമാണ് നമ്മൾ, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയെക്കാട്ടിയും കുറച്ചെടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇഞ്ചിക്കും പൊതുവെ എരിവുള്ളതാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ആ പച്ച ചുവ മാറുന്നവരെ ഉള്ളിയും പൊടികളും എല്ലാം കൂടെ ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക.
പുളിവെള്ളം ആഡ് ചെയ്ത് നമ്മൾ എന്താണ് പൊടികളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് നമുക്കൊരു നുള്ള ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉലുവപ്പൊടി കൂടി പോകരുത്, അതിനൊരു കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് ഒരു നുള്ളു മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഉള്ളിയും പൊടികളും എല്ലാം ആയിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്ത് ഇപ്പോൾ ഒരു ക്രീമി ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു മിക്സിയിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ ആ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ നേരത്തെ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ കിടന്ന ആ ഒരു ഗ്രേവി പോലത്തെ ആ ഒരു രൂപത്തിലുള്ള നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം വേറൊരു കളറിലോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മെൽറ്റായ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഇഞ്ചിയും കൂടെ ആ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ശർക്കരയുടെ മിക്സും എല്ലാം കൂടെ ആ ഇഞ്ചിയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. അന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് വന്ന ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളവിടെ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല തിളപ്പിച്ച് ഒരു മീഡിയം തണുപ്പിലായ വെള്ളം എടുക്കുക. പച്ചവെള്ളം ഒരിക്കലും യൂസ് ചെയ്യരുത്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചേർക്കുക. നമ്മൾ ഇഞ്ചിയും ആ ഉള്ളി വറുത്തതും എല്ലാം നന്നായിട്ട് ആ വെള്ളവുമായിട്ട് യോജിപ്പിച്ച് ചേർക്കുക. ഇതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് യോജിപ്പിച്ച് ഇത് തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിപ്പോൾ നല്ല ഇഞ്ചിക്കറി നല്ല ഗ്രേവി രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് ഇഞ്ചിയൊക്കെ കൂടെ ആ ഉള്ളിയും പൊടികളും ഒക്കെ ആയിട്ട് മിക്സായി ഒന്ന് നന്നായിട്ട് കുക്കായി ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും. ആ സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം കായപ്പൊടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളതിനെയും കൂടെ നന്നായിട്ട് ആ മിക്സുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. കായപ്പൊടി ഇടുന്ന സമയത്ത് ചിലപ്പോൾ കട്ട കെട്ടി കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കട്ട കെട്ടി കിടക്കും. ചിലപ്പോൾ അത് നമ്മൾ തവിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കട്ട കെട്ടി കിടക്കാതെ എല്ലായിടത്തും യോജിപ്പിച്ച് ചേർക്കുക. അപ്പോൾ നമ്മൾ ആ ഗ്രേവി നന്നായിട്ട് തിളച്ച് ഒന്ന് തിക്കായി വരണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് അതിൻ്റെ ഒരു ഒത്തിരി തിക്കായിട്ടായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് കുറച്ച് ഗ്രേവി രൂപത്തിലുള്ള ഇഞ്ചി കറിയായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്കതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇഞ്ചി കറി. ആദ്യത്തെ ഇഞ്ചി വറുക്കുന്ന സ്റ്റെപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളിവിടെ അത് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ വെച്ചു. അതിനകത്ത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നോർമലി നല്ലെണ്ണ യൂസ് ചെയ്യുമ്പോൾ ചീത്തയാവാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഒരു 3 വറ്റൽ മുളക് 2ആയിട്ട് പൊട്ടിച്ചതാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ വറുത്ത സ്റ്റെപ്പിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. ഇതിപ്പം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ആ കടുക് താളിച്ചത് നന്നായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ആ കടുകും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആയി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചിക്കറിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു സൗണ്ടാണ് നമ്മൾ ആ ഇഞ്ചിക്കറിയിലോട്ട് ഈ ചൂടുള്ള നല്ലെണ്ണയും വറുത്തതും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഇനി അതെല്ലാം കൂടെ നമ്മൾ ആ ഇഞ്ചി കറിയുമായിട്ട് യോജിപ്പിച്ച് ചേർക്കുക. പിന്നെ നന്നായിട്ട് നമുക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഉപ്പും പുളിയും എരിയും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു ഇഞ്ചി കറിയാണ് നമുക്കുള്ളത്. അപ്പോൾ അത് എരിവുണ്ടെങ്കിലും നമുക്ക് ആ ശർക്കരയും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞ ഒരു നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇഞ്ചിക്കറി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.